Hi everyone, welcome to KK Flying Birds online class. ഇന്ന് ഞാൻ ലിയാമോ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ നോട്ട്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോട്ട്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ചാപ്റ്ററിൻ്റെ സമ്മറി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നമുക്കിനി നോട്ട്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ തീംസ് എന്ന് പറയുമ്പോൾ ആശയങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, ദെൻ ക്യാരക്ടർ സ്കെച്ച്, അത് നമ്മുടെ യങ് സീഗിളിൻ്റെയും മദർ സീഗിളിൻ്റെയും നൽകിയിട്ടുണ്ട്. പിന്നെ 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദ റിയൽ ക്രൈസിസ് ഫേസ്ഡ് ബൈ ദ യങ് സീഗിൾ, നമ്മുടെ യങ് സീഗിൾ നേരിടുന്ന പ്രശ്നങ്ങൾ. ദെൻ explain the role of parents in a child's success with regard to Liam Flaherty's his first flight. അപ്പോൾ ലിയാമോ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിനെ കണക്ട് ചെയ്ത് ഒരു കുട്ടിയുടെ വിജയത്തിന് അച്ഛനും അമ്മമാരും നൽകുന്ന പങ്കിനെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ ഇത്രേൻ്റെ ആൻസേഴ്സാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് തീംസിലേക്ക് പോകാം. ദ നീഡ് ഫോർ മെൻറ്റേഴ്സ് ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടികളുടെ ആവശ്യമുണ്ട്. വഴികാട്ടികൾ ഉണ്ടെങ്കിൽ അവർ നമ്മുടെ ശരിയും തെറ്റും പറഞ്ഞുതരും. അതുപോലെ തന്നെ അവർ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്യും. നമ്മുടെ യങ് സീഗിളിൻ്റെ കേസിൽ അച്ഛനും അമ്മയും ആണ് മെൻറ്റേഴ്സ്, പ്രത്യേകിച്ച് അമ്മ. വി ഷുഡ് സറൗണ്ട് ourselves വിത്ത് പീപ്പിൾ ഹു സ്പ്രെഡ് പോസിറ്റീവ് വൈബ്സ്. ജീവിതത്തിന് ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ആൾക്കാരും വളരെ ചുറുചുറുക്കുള്ള ആൾക്കാരെ വേണം നമ്മൾ നമ്മുടെ ചുറ്റും നിർത്താൻ. നമ്മുടെ യങ് സീഗിളിൻ്റെ കേസിൽ പാരൻസ് ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ഉള്ളവരാണ്. ടു അച്ചീവ് വൺസ് ഡ്രീം വൺ നീഡ്സ് ആൻ ഓപ്റ്റിമിസ്റ്റിക് മൈൻഡ്. ഒരാൾക്ക് അയാളുടെ സ്വപ്നം നേടണമെങ്കിൽ അയാൾക്ക് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനസ്സ് അത്യാവശ്യമാണ്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സീഗിളിൻ്റെ സിബ്ലിങ്സ് ആണ്. അവർക്ക് കുഞ്ഞു ചിറകുകളായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അവർക്ക് നല്ലൊരു ഓപ്റ്റിമിസ്റ്റിക് മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പറക്കാൻ പറ്റിയത്. നെഗറ്റീവ് തോട്ട്സ് ഡു നോട്ട് ബ്രിങ് സക്സസ്. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിചാരിക്കും അത് ശ്രമിച്ചാലും നടക്കില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചിന്തിക്കില്ലേ, അതിനെയാണ് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും നമ്മൾക്ക് വിജയം നൽകില്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ, തുടക്കത്തിൽ നമ്മുടെ സീഗിള് പറക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ അങ്ങ് വിചാരിക്കും അവൻ പറക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ചിറക് അവനെ സപ്പോർട്ട് ചെയ്യില്ല, അവൻ കടലിൽ വീഴുകയും ചത്തുപോവുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ആദ്യം പറക്കാൻ പറ്റാതിരുന്നത്. An individual needs encouragement and appreciation when he or she attempts something for the first time. അപ്പോൾ ഒരു വ്യക്തി ആദ്യമായിട്ട് ഒരു കാര്യം ശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് പ്രോത്സാഹനവും അഭിനന്ദനവും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ സീഗിളിൻ്റെ കേസിൽ അച്ഛനും അമ്മയും അവൻ പറന്ന് തളർന്ന് ആ പ്ലേറ്റോയിൽ കിടക്കുമ്പോൾ അവർ ഒരു പ്രോത്സാഹനം സമ്മാനം പോലെ അവന് ഡോഗ് ഫിഷിൻ്റെ കഷ്ണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാരക്ടർ സ്കെച്ചിലോട്ട് പോകാം. ഫസ്റ്റ് ദ യങ് സീഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. The young seagull is the central character in the short story His First Flight by Liam Flaherty. യങ് സീഗിൾ എന്ന് പറയുന്നത് ലിയാമോ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചെറുകഥയിലെ പ്രധാന കഥാപാത്രമാണ്. The young seagull has supportive parents and has 2 brothers and a younger sister. നമ്മുടെ യങ് സീഗിളിൻ്റെ അച്ഛനും അമ്മയും അവനെയും അവൻ്റെ സഹോദരന്മാരെയും സഹോദരിയെയും വളരെ പിന്തുണയ്ക്കുന്നവരാണ്. അവന് 2 സഹോദരന്മാരും ഒരു കുഞ്ഞനിയത്തിയും ഉണ്ട്. ഹി ലവ്സ് ഹിസ് പാരൻസ്. അവൻ അവൻ്റെ അച്ഛനും അമ്മയും വളരെയധികം സ്നേഹിക്കുന്നു. ഹി ലാക്സ് കോൺഫിഡൻസ് ആൻഡ് കറേജ്. അവന് ആത്മവിശ്വാസവും ഇല്ല, ധൈര്യവും ഇല്ല. ഹി ഡസ് നോട്ട് ഹാവ് ട്രസ്റ്റ് ഇൻ ഹിസ് എബിലിറ്റീസ്. അതുപോലെ തന്നെ അവൻ അവൻ്റെ കഴിവിൽ വിശ്വസിക്കുന്നും ഇല്ല. That is why he hesitates to make the first flight even though he has long wings. ഈ ഒരു കാരണം കൊണ്ടാണ് അവന് വലിയ ചിറകുണ്ടായിട്ടും അവൻ പറക്കാൻ പേടിച്ചിരുന്നത്. He overthinks and arrives at false assumptions. അവൻ കാടിയേറി ചിന്തിക്കുകയും എന്നിട്ട് തെറ്റിദ്ധാരണകളിൽ എത്തിപ്പെടുകയും ചെയ്യുന്നു. For instance, he scares to fly because he overthinks that his wings will not support him. ഉദാഹരണത്തിന് അവന് പറക്കാൻ പേടിയുണ്ട്, കാരണം അവൻ വിചാരിക്കുന്നത് അവൻ്റെ ചിറകുകൾ അവനെ പിന്തുണയ്ക്കുകയില്ല എന്ന്.
Thus, he arrives at a false assumption that he will fall to the sea and die. അങ്ങനെ അവൻ ഒരു തെറ്റിദ്ധാരണയിലെത്തുന്നു, അവൻ കടലിൽ വീഴുകയും ചത്തുപോവുകയും ചെയ്യുമെന്ന്. This also shows his pessimistic nature. ഇത് കാണിക്കുന്നത് അവൻ ഭയങ്കര പെസിമിസ്റ്റ് എന്നാണ്. പെസിമിസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരാളെയാണ് പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. He lacks a risk-taking mentality. അവന് സാഹസം ചെയ്യാനുള്ള മനസ്സ് ഇല്ല. In the end, the young seagull starts to believe in himself and his abilities. കഥ അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ യങ് സീഗിള് അവൻ്റെ കഴിവിലും അവനിലും വിശ്വാസം വരുന്നു. He gets confidence and courage. അവന് ആത്മവിശ്വാസവും ധൈര്യവും അവസാനം കിട്ടുന്നുണ്ട്. This is the character sketch of the young seagull. ഇതാണ് നമ്മുടെ യങ് സീഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അടുത്ത മദർ സീഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. The mother seagull is a character in the short story His First Flight by Liam Flaherty. അപ്പോൾ മദർ സീഗിൾ എന്ന് പറയുന്നത് ലിയാമോ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ ഒരു കഥാപാത്രമാണ്. ഷീ ഹാസ് 3 children. അവർക്ക് 3 കുട്ടികളുണ്ട്. ഷീ ആൻഡ് ഹർ ഹസ്ബൻഡ് സപ്പോർട്ട്, കെയർ ആൻഡ് അപ്രീഷിയേറ്റ് ദെയർ ചിൽഡ്രൻ. അവളും അവളുടെ ഭർത്താവും കുട്ടികളെ പിന്തുണയ്ക്കുകയും ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. This can be seen when the older son catches a herring. The parents circle him and raise a proud cackle as an appreciation. ഇത് കാണാൻ പറ്റുന്നത് മൂത്ത മകൻ ചാള അല്ലെങ്കിൽ മത്തിമീനാണ് ഹെറിങ് എന്ന് പറയുന്നത്. ഈ ഹെറിങ്ങിനെ പിടിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും അവൻ്റെ അടുത്ത് വന്ന് വട്ടത്തിൽ കറങ്ങുകയും എന്നിട്ട് അവനെ അഭിനന്ദിച്ചുകൊണ്ട് അവർ അഭിമാനത്തോടു കൂടി ഒരു ശബ്ദം വിടുകയും ചെയ്യുന്നു. The role that the mother seagull plays to make young seagulls first flight is noteworthy. ഇവിടെ നമ്മുടെ മദർ സീഗിൾ കാരണമാണ് യങ് സീഗിൾ പറക്കുന്നത്. അപ്പോൾ അമ്മയുടെ ആ പങ്കെന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. She knows that the young seagull is pessimistic and lacks confidence. അമ്മയ്ക്ക് നന്നായിട്ടറിയാം നമ്മുടെ യങ് സീഗിള് അശുഭാപ്തി വിശ്വാസമുള്ള ഒരു കുട്ടിയാണ്, അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഇല്ലാന്ന്. She knows when her son needs her, what to do when her son attempts his first flight, and how to change a pessimistic son to a successful and optimistic person. അപ്പോൾ അമ്മയ്ക്ക് അറിയാം എപ്പോഴാണ് തൻ്റെ മകന് തന്നെ ആവശ്യമുള്ളതെന്ന്. അതുപോലെ തന്നെ അവൻ ആദ്യമായിട്ട് പറക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും അമ്മയ്ക്കറിയാം. അതുപോലെ തന്നെ അമ്മയ്ക്കറിയാം എങ്ങനെ അശുഭാപ്തി വിശ്വാസിയായ മകനെ ശുഭാപ്തി വിശ്വാസമുള്ളൊരു വ്യക്തിയാക്കാനും അതുപോലെ ജീവിതത്തിൽ വിജയം നൽകാനും എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. Thus, the mother seagull is a role model for all parents. അങ്ങനെ ഈ മദർ സീഗിൾ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു റോൾ മോഡൽ ആണ്. This is the character sketch of the mother seagull. ഇതാണ് മദർ സീഗിളിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. Explain the real crisis faced by the young seagull. നമ്മുടെ യങ് സീഗിൾ നേരിട്ട പ്രശ്നങ്ങൾ. The young seagull in Liam Flaherty's His First Flight lacks confidence and courage. ലിയാമോ ഫ്ലഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന കഥയിലെ യങ് സീഗിളിന് ആത്മവിശ്വാസവുമില്ല, ധൈര്യവുമില്ല. ഹി ഡസ് നോട്ട് ഹാവ് ട്രസ്റ്റ് ഇൻ ഹിസ് എബിലിറ്റീസ്. അവൻ്റെ കഴിവിൽ വിശ്വാസമില്ല. ദാറ്റ് ഈസ് വൈ ഹി ഹെസിറ്റേറ്റ്സ് ടു മേക്ക് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഈവൻ ദോ ഹി ഹാസ് ലോങ് വിങ്സ്. ഈ ഒരു കാരണം കൊണ്ടാണ് അവന് വലിയ ചിറകുണ്ടായിട്ടും അവൻ പറക്കാൻ പേടിച്ചിരുന്നത്. ഹി ഡാസ് ഓവർ തിങ്ക് ആൻഡ് അറൈവ്സ് അറ്റ് ഫോൾസ് അസംഷൻസ്. അവൻ ഭയങ്കരമായിട്ട് കാടുകയറി ചിന്തിക്കുകയും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ എത്തുകയും ചെയ്യുന്നു. ഫോർ ഇൻസ്റ്റൻസ്, ഹി സ്കെയർസ് ടു ഫ്ലൈ ബിക്കോസ് ഹി ഓവർ തിങ്സ് ദാറ്റ് ഹിസ് വിങ്സ് വിൽ നോട്ട് സപ്പോർട്ട് ഹിം. ഉദാഹരണത്തിന് അവനെ പറക്കാൻ പേടിയുണ്ട്, കാരണം അവൻ വിചാരിക്കുന്നത് അവൻ്റെ ചിറകുകൾ അവനെ പിന്തുണയ്ക്കുകയില്ലാന്ന്. Thus he arrives at a false assumption that he will fall to the sea and die. അങ്ങനെ അവൻ ഒരു തെറ്റിദ്ധാരണയിലെത്തുന്നു, അവൻ കടലിൽ വീഴുകയും ചത്തുപോവുകയും ചെയ്യുന്നുവെന്ന്. This also shows his pessimistic natures. ഇത് അവൻ്റെ പെസിമിസ്റ്റിക് നേച്ചറാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും കുറ്റം കാണുന്നതും നെഗറ്റീവ് തോട്ട്സും ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. He lacks a risk taking mentality. അവന് റിസ്ക് എടുക്കാനുള്ള ധൈര്യം
ഇല്ല. These are the real crises faced by the young seagull. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ യങ് സീഗൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. അടുത്ത ചോദ്യം, explain the role of parents in a child's success with regard to Liam O'Flaherty's his first flight. അപ്പോൾ ലിയാം ഓഫ് ഫ്ലേഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിനെ കണക്ട് ചെയ്ത് ഒരു കുട്ടിയുടെ വിജയത്തിന് അച്ഛനും അമ്മയും വഹിക്കുന്ന പങ്കിനെ പറ്റി വിവരിക്കുക. എൻ്റെ ഉത്തരം, parents play a vital role in shaping a child's personality and outlook about life. അപ്പോൾ ഒരു കുട്ടിയുടെ വ്യക്തിത്വവും ജീവിത വീക്ഷണത്തിനെയും വളർത്തിയെടുക്കാൻ അച്ഛനും അമ്മയും വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. For a child, parents are his or her teachers, guides and mentors. ഒരു കുട്ടിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും ഒരു കുട്ടിയുടെ അധ്യാപകരും ഗൈഡ്സ് ഉപദേഷ്ടാക്കളും മെൻറ്റേഴ്സ് വഴികാട്ടികളുമാണ്. They can turn a lazy kid into a hard-working person. അവർക്ക് മടിയനായ ഒരു കുട്ടിയെ കഠിനാധ്വാനിയായ ഒരു വ്യക്തിയാക്കാൻ സാധിക്കും. Parents should support, care and appreciate their children. അച്ഛനും അമ്മയും കുട്ടികളെ പിന്തുണയ്ക്കുകയും ശ്രദ്ധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. In Liam O'Flaherty's his first flight, when the older son catches a herring, the parents circle around him and raise a proud cackle as an appreciation. ലിയാം ഫ്ലേഹർട്ടിയുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ മൂത്ത മകൻ ഹെറിങ് മീനിനെ പിടിക്കുമ്പോൾ അച്ഛനും അമ്മയും അവൻ്റെ അടുത്തേക്ക് വന്ന് വട്ടത്തിൽ കറങ്ങുകയും എന്നിട്ട് വളരെ അഭിമാനത്തോടുകൂടി ഒരു ശബ്ദം പുറത്തുവിടുകയും ചെയ്യുന്നു. അത് അഭിനന്ദനം എന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഓൾസോ പാരൻസ് ഷുഡ് നോ ദെയർ ചിൽഡ്രൻസ് ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് ആൻഡ് മെൻറ്റാലിറ്റി. അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒരു കുട്ടിയുടെ പെരുമാറ്റ രീതിയും മനോഭാവവും അതുപോലെ തന്നെ നിലപാടുകളും മനസ്സിലാക്കണം. The role that the mother seagull plays to make young seagulls first flight is noteworthy. ഇവിടെ നമ്മുടെ മദർ സീഗിൾ കാരണമാണ് യങ് സീഗിൾ പറക്കുന്നത്. അപ്പോൾ അമ്മയുടെ ആ പങ്കെന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. She knows that the young seagull is pessimistic and lacks confidence. അമ്മയ്ക്ക് നന്നായിട്ടറിയാം നമ്മുടെ യങ് സീഗിള് അശുഭാപ്തി വിശ്വാസമുള്ള ഒരു കുട്ടിയാണ്, അതുപോലെ തന്നെ ആത്മവിശ്വാസവും ഇല്ലാന്ന്. She knows when her son needs her, what to do when her son attempts his first flight, and how to change a pessimistic son to a successful and optimistic person. അപ്പോൾ അമ്മയ്ക്ക് അറിയാം എപ്പോഴാണ് തൻ്റെ മകന് തന്നെ ആവശ്യമുള്ളതെന്ന്. അതുപോലെ തന്നെ അവൻ ആദ്യമായിട്ട് പറക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും അമ്മയ്ക്കറിയാം. അതുപോലെ തന്നെ അമ്മയ്ക്കറിയാം എങ്ങനെ അശുഭാപ്തി വിശ്വാസിയായ മകനെ ശുഭാപ്തി വിശ്വാസമുള്ളൊരു വ്യക്തിയാക്കാനും അതുപോലെ ജീവിതത്തിൽ വിജയം നൽകാനും എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണമെന്നും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. Thus, the mother seagull is a role model for all parents. അങ്ങനെ ഈ മദർ സീഗൾ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു റോൾ മോഡൽ ആണ്. This story shows that parents play a major role in a child's success. അപ്പോൾ ഈ കഥ കാണിക്കുന്നത് അച്ഛനും അമ്മയും ഒരു കുട്ടിയുടെ വിജയത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ്. ഇതോടുകൂടി നോട്ട്സ് തീരുകയാണ്. നിങ്ങൾക്ക് KK ഫ്ലൈയിങ് ബേർഡ്സ് ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.